ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് രാവിലത്തെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. To be honest, I am a very busy person at home. I have a lot of household chores to do. I need to take care of the kitchen, get the children ready, and send them to school. And I also make time for my videos and online classes. ഐ ലൈക്ക് ബീങ് ബിസി ലൈക്ക് ദിസ്. എനിക്കെപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. ആഫ്റ്റർ സെൻഡിങ് ദ ചിൽഡ്രൻ ടു സ്കൂൾ, ഐ ക്ലീൻ ആൻഡ് ടൈഡി ദ കിച്ചൺ. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഐ എം എ ബിറ്റ് പർട്ടിക്കുലർ അബൌട്ട് ക്ലീൻലിനെസ്. ഐ ഓൾസോ സ്പെൻഡ് സം ടൈം പ്രേയിങ് ടു മദർ മേരി ഇൻ ദ കിച്ചൺ. എൻ്റെ കിച്ചണിലിരിക്കുന്ന മദർ മേരിയെ നിങ്ങൾ കണ്ടോ? ഞാൻ ആ മദർ മേരിയോട് എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് പറയും, ആ മദർ മേരിക്ക് ജീവനുണ്ട്, എൻ്റെ സങ്കടങ്ങളെല്ലാം ആ മദർ മേരിക്ക് അറിയാമെന്ന് ഞാൻ പറയും. Sweeping and cleaning the whole house is a big job, and it takes quite a while to finish everything. Usually after brushing my teeth, I only have the tea that my husband and I drink together. I normally eat only after the children have gone to school and after I finish all the cleaning. Some days I don't even get time to eat. So I just have tea and continue until noon. ശരിയാണ്, ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ രാവിലെ കുടിച്ച ചായയുടെ ആ ഉണർവിലാണ് ഉച്ചവരെ ഇരിക്കുന്നത്. അതായത് എനിക്ക് ചായ നൽകുന്ന ഒരു ഉണർവുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Isn't that what most of us do at home? ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും വീട്ടിൽ ചെയ്തത്. After finishing all the sweeping and cleaning, I finally decided to have breakfast today. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടിച്ചുവാരലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഫൈനലി ഡിസൈഡഡ് ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. വി ഹാഡ് പുട്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട് എവറി വൺ ഹാസ് ലെഫ്റ്റ്. എല്ലാവരും പോയി. And I am the only one at home now. So I took some putta and a banana, came and sat near the kitchen and was just about to eat. പുട്ടും പഴവും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കിച്ചൺ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂടെ വാ. I took some putta and a banana and decided to sit near the kitchen to eat. Oh, just then the electricity bill arrived. Let me go and check how much it is. I will be back after getting scared by the amount. ഒന്ന് കണ്ട് പേടിച്ചിട്ട് വരാം. ഇലക്ട്രിസിറ്റി ബില്ല് ഞങ്ങൾക്ക് വളരെ കൂടുതലാണ് കേട്ടോ. അതെന്താണെന്ന് ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, അത്രയും കൂടുതലായിട്ടാണ് ബില്ല് വരുന്നത്. ഞാൻ അവിടെ കീപ്പ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കഴിക്കാൻ പോകാം. So there was no one in the dining room, so I thought it would be nicer to sit outside at the back of the house. I enjoy sitting there looking at the surroundings and having my meal peacefully. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ, അത് എവിടെ ഇരുന്ന് കഴിച്ചാലും നമുക്ക് കിട്ടില്ല. Then there is a road beside my kitchen, so vehicles pass by from time to time. That's why I don't always feel comfortable sitting here. However, the mornings are usually not very busy, so it is quite peaceful. No matter what anyone says, there is a special feeling when we sit in our own home, whether near the kitchen or in the sit-out, and enjoy our food. No restaurant can really give us that same comfort and happiness.
ഐ തിങ്ക് എവ്രി വൺ ഫീൽസ് ദാറ്റ് വേ അബൌട്ട് ദെയർ ഓൺ ഹോം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ ഇരുന്ന് പുറത്ത് മുറ്റത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് ഇത്രയും നല്ല സുഖം കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു സുഖം കിട്ടും നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അലസമായിട്ടുള്ള പുട്ട് കഴിക്കൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. After I finished my put and banana, I didn't have tea because I had already had my tea earlier. As I told you, besides, I felt a little lazy about making another cup, so I skipped the tea. Washed the dishes, drank some cold water from the fridge, and now I am thinking of slowly getting ready to take my class. അപ്പോൾ പാത്രമെല്ലാം കഴുകി വെച്ചു. ഇനി വേറൊരു ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന വെള്ളമൊക്കെ കുടിച്ച് തൃപ്തിപ്പെട്ട് വാതിലൊക്കെ അടച്ചിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ്, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് വായൊക്കെ ഒന്ന് കഴുകിയേക്കാം എന്ന് വിചാരിച്ചു. വായെല്ലാം ഒന്ന് കഴുകി. ഓക്കേ, അപ്പോൾ ഞാനിങ്ങനെ മുഖമെല്ലാം കഴുകി തുടച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞല്ലോ. ആഫ്റ്റർ ക്ലീനിങ് മൈസെൽഫ് അപ്പ് ആൻഡ് ലുക്കിംഗ് ഇൻ ദ മിറർ, ഐ നോട്ടീസ്ഡ് ദാറ്റ് ദർ വാസ് സം ഗ്രേ കളർ ഷോയിങ് ഇൻ മൈ ഹെയർ. സോ ഐ തിങ്ക് ഐ നീഡ് ടു ഗോ ടു എ ബ്യൂട്ടി പാർലർ. അവിടെ പോകണം ആൻഡ് ഗെറ്റ് ഇറ്റ് ടേക്കൺ കെയർ ഓഫ്. ഇൻഫാക്റ്റ് ഐ ഷുഡ് ഗോ ടുഡേ ഇറ്റ് സെൽഫ്. ഇന്ന് തന്നെ എന്താണെങ്കിലും പോകണം. I have already recorded a video of the visit and I will show you it to you another day കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഓക്കെ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.